ഓക്കെ, നമ്മളുടെ ഷോർട്ട് വീഡിയോ സീരീസിൽ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമാണ് നോക്കുന്നത്. 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം. അപ്പം താമസിക്കുന്നില്ല. 5ാം ക്ലാസ്സിൽ വലിയ ചോദ്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് 2-3 ചോദ്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ വിളവെടുപ്പ് ഉത്സവങ്ങൾ ഏതൊക്കെ? കേരളത്തിലെ വിളവെടുപ്പ് ഉത്സവങ്ങൾ ഏതൊക്കെ? 1 ഏതാണ്? വിഷു ആണ്. 2 ഏതാണ്? ഓണമാണ്. 1 വിഷു, രണ്ടാമത്തത് ഓണം. അപ്പോൾ കേരളത്തിലെ വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കേ. രണ്ടാമത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, വിഷു ആഘോഷിക്കുന്നതെന്ന്. വിഷു ആഘോഷിക്കുന്നത് എന്നാണ്? നമുക്കറിയാം, മേടമാസം 1-ാം തീയതിയാണ് ഇല്ലേ? എല്ലാ വർഷവും മേടമാസം 1-ാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത്. മേടമാസത്തിൻ്റെ 1-ാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത്. ഈ മേടമാസത്തിൽ ആഘോഷിക്കുന്ന മറ്റൊരാഘോഷമുണ്ടല്ലോ. മേടമാസത്തിൽ ആഘോഷിക്കുന്ന മറ്റൊരാഘോഷം അതേതാണ്? തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരമാണ് മേടമാസത്തിൽ ആഘോഷിക്കുന്ന മറ്റൊരു ആഘോഷം. നമുക്കറിയാം, മേടമാസത്തിൽ എന്നാ തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്? മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. യുനെസ്കോയുടെ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് വളരെ പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട്. അറിയാമോ ആർക്കെങ്കിലും? പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് പറഞ്ഞ ആരാ? യുനെസ്കോയാണ്. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? ഏതാ? തൃശ്ശൂർ പൂരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ആഘോഷം ഏതാണ്? നമ്മൾ പറഞ്ഞ ഓണമാണല്ലേ. രണ്ടാമത്തെ ആഘോഷം ഓണമാണ് പറഞ്ഞത്. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക ആഘോഷം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക ആഘോഷം ഓണമാണ്. ഇനി കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ചത് 1961 1961 കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ചത്. അന്ന് മുഖ്യമന്ത്രി പട്ടം താണുപിള്ള എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പം പട്ടം താണുപിള്ള എന്ന് പറഞ്ഞ വ്യക്തിയാണ് 1961 ഓണത്തിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചു. ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ടേതാ? മാവേലി നാട് വാഴും കാലം. ഇത് രചിച്ചതാരാ? സഹോദരൻ അയ്യപ്പൻ. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് മാവേലി നാട് വാണിടം കാലം എന്ന ഗാനം രചിച്ചത്. ഇനി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരത നേടുന്നതിനായി സാക്ഷരതാ മിഷന്റെ പദ്ധതി ഏതാണ്? ചങ്ങാതിയാണ്. ഇനി അടുത്തത്, അതിഥി തൊഴിലാളികൾക്ക് മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടാൻ സാംസ്കാരിക വകുപ്പും മലയാളം മിഷനുമായി ചേർന്ന് എടുക്കുന്ന പദ്ധതി എന്താണ്? അതാണേത്? അനന്യ മലയാളം. ഇനി ഈ ചങ്ങാതി പദ്ധതിക്ക് തയ്യാറാക്കുന്ന പുസ്തകത്തിൻ്റെ അതിൻ്റെ പേരാണ് ഹമാരി മലയാളം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.